വേദിയിലും സദസ്സിലും ഉള്ള സഹോദരിമാരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അത് അങ്ങനെ പറഞ്ഞാൽ കാര്യം എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ അല്ലേ? സമയം എനിക്ക് മഗ്‌രിബാവാൻ ഇനി അരമണിക്കൂറില്ല. അപ്പോൾ ചുറ്റുമുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് മുൻപ് സംസാരിച്ച അബ്ഷീറ, അങ്ങനല്ലേ പേര്? അബ്ഷീറ അഫ്ഷീല മൂപ്പര് വളരെ വിശദമായി നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തൊടുന്നില്ല. ഇതല്ലാതെ വേറെ മൈക്കുണ്ടോ? കയ്യിൽ പിടിക്കാൻ പറ്റുന്ന മൈക്ക്? കോഡ്ലെസ് ഇല്ല. ഉണ്ടെങ്കിൽ എനിക്ക് അതായിരുന്നു. എനിക്ക് മുമ്പിലുള്ള ആരൊന്നും കാണാണ്ട് സംസാരിക്കുമ്പോൾ ഒരു സുഖമില്ല. ഓക്കെ, അതുവരെ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ? ഇവിടെ നിരന്ന സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം. അവിടെ ഇരിക്കുന്ന സ്ത്രീകളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ്? പഠിച്ചോനെ മഗ്‌രിബായി, രാത്രിക്കേക്ക് എന്താന്ന് ഭക്ഷണാക്കുണ്ട്, കറിയാട് ആക്കി വെച്ചിട്ടുണ്ട്, ഉച്ചക്കത്തെ കറിയുണ്ട് ബാക്കി. അതന്നെയല്ലേ മനസ്സില്? ഇല്ല, അതെല്ലാം ആക്കി വെച്ചുകൊണ്ട് വന്നോണ്ടല്ലേ? പാർസൽ വാങ്ങുന്നോണ്ടാ? അല്ല ഇവിടെ ഫുഡുള്ളോണ്ടാ? സാമൂഹിക സേവനം ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് കൂടി വരികയാണ് അല്ലേ? നമ്മളിൽ പല ആൾക്കാരും സാമൂഹിക സേവന രംഗത്തുള്ള പലരും ഇവിടെയും അവിടെയും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ സമ്മാനം വാങ്ങിക്കാൻ 2 മിടുക്കി പെൺകുട്ടികളാണ് വന്നത്. എവിടെ പോയി നമ്മുടെ ആൺകുട്ടികൾ? എവിടെ പോയി നമ്മൾ ആൺമക്കളെടുത്തു? ഇവിടെ എല്ലാം കുറേ കാക്കമാരുണ്ട്. ഒരു കുട്ടി പോലും, കൗമാരപ്രായത്തിലുള്ള യൗവനാരംഭത്തിലുള്ള ഒരു ആൺകുട്ടി പോലും ഈ കൂട്ടത്തിലില്ല എന്നുള്ളത് വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് പെൺകുട്ടികളുണ്ട് ഈ കൂട്ടത്തിൽ. വയസ്സായവർ മാത്രമാണോ ഉള്ളത്? ഇല്ല. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നതിൽ കൗമാരപ്രായത്തിലുള്ള യൗവനാരംഭത്തിലുള്ള കുഞ്ഞുമക്കളുണ്ട്. അത് ഉമ്മാൻ്റെ പുരം വന്നുകൊണ്ട് മാത്രമാണ്. എവിടെയാണ് നമ്മുടെ ആൺമക്കൾ? നമുക്ക് ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം അവർക്ക്, പുരുഷന്മാർക്ക് ഒരു സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ ഭർത്താക്കന്മാരുണ്ടാവും, ഉപ്പയുണ്ടാവും, ആങ്ങളമാരുണ്ടാവും, ആൺമക്കളുണ്ടാവും. ഒരു സമയത്ത് ഒരൊറ്റ കാര്യം. പക്ഷെ നമുക്കോ രാവിലെ മിക്സിയിൽ അരി അരക്കുന്ന സമയത്ത് ഇവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടാവും, അവിടെ കറിക്ക് മുറിക്കുന്നുണ്ടാവും, ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും, കുഞ്ഞിനെ എണീപ്പിക്കുന്നുണ്ടാവും, ഇസ്തിരിയിട്ട് കൊടുക്കുന്നുണ്ടാവും, ഡ്രസ്സ് ഇടിപ്പിക്കുന്നുണ്ടാവും, കുളിപ്പിക്കുന്നുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാറുണ്ട്. അത്രയും കഴിവ് ഈ പുരുഷ പ്രജകൾക്കുണ്ടോ? ഉണ്ടോ ഉമ്മ? ഇല്ല. നമ്മൾ പെണ്ണുങ്ങന്മാർ അത്രയും കഴിവുള്ള. ഇനി ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, കാക്കമാർ ഒന്നും ചെയ്യറേ, അങ്ങ് പോണ്ടേ? പുരുഷന്മാരാണോ സ്ത്രീകളാണോ പ്രധാനപ്പെട്ട ആൾക്കാർ? സ്ത്രീകൾക്കാണോ പ്രാധാന്യം, പുരുഷനാണോ പ്രാധാന്യം? ആർക്കാ മോനെ? ആണുങ്ങളാന്നല്ലേ പെണ്ണുങ്ങളാന്നല്ലേ? ആരാ പറയ്? ഓരൊന്നും നോക്കണ്ട. പുരുഷന്മാര് ഇവിടെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരാന്ന് പ്രധാനപ്പെട്ട ആൾക്കാരെന്ന്. നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാ? ഉമ്മ, ആമക്കൊക്കാന്ന് പ്രാധാന്യം കൊടുക്കണ്ട, പൊമ്മക്കൊക്ക കൊടുക്കണ്ടെന്ന് പറയുന്ന ആളുണ്ട്. പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ പ്രധാനപ്പെട്ട ആൾക്കാർ? എല്ലാവരും 3 ഉത്തരവും വന്നു കഴിഞ്ഞു. ആണ് പ്രാധാന്യത്തിൽ എടുക്കേണ്ട ആൾക്കാർ ആണുങ്ങളാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പെണ്ണുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, രണ്ടുപേരും തുല്യരാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ, ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് സംസാരിക്കുന്ന കാലത്ത്, ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് സംസാരിക്കുന്ന കാലത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇടത്തെ കാലിലെ ചെരുപ്പിനാണോ പ്രാധാന്യം, വലത്തെ കാലിൻ്റെ ചെരുപ്പിനാണോ പ്രാധാന്യം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. ഏത് കാലിൻ്റെ ചെരുപ്പിനാ പ്രാധാന്യം? ഒരു കാലിന് ചെരുപ്പില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. 2 കാലിൻ്റെ ചെരുപ്പിനും പ്രാധാന്യമുണ്ട്.
എന്ന് വെച്ചിട്ട് ഇടത്തേക്കാലിൻ്റെ ചെരുപ്പ് വലത്തേക്കാലിനും വലത്തേക്കാലിൻ്റെ ചെരുപ്പ് ഇടത്തേക്കാലിന് ഇടാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഇടത്തേക്കാലിൻ്റെ ചെരുപ്പ് ഇടത്തേക്കാലിനേ പറ്റുള്ളൂ. പറഞ്ഞു വന്നത് പുരുഷന്മാരുടേതായ കുറേ ധർമ്മങ്ങളുണ്ട്, പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കുറേ മേഖലകളുണ്ട്. അതുപോലെ നമ്മൾ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. സാമൂഹിക സേവനത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ ഒരു വലിയ സാമൂഹിക സേവനമാണ്, അല്ലേ? തർക്കമുണ്ടോ? ഇല്ല. നാളേക്കുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നത് മുതൽ, അവരുടെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ചിന്ത മുതൽ, അവരെ മുലയൂട്ടി വളർത്തുന്നത് മുതൽ, അവരെ പഠിപ്പിച്ച് വലുതാക്കി അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. അവിടെ ഒരു പൊളിച്ചെഴുത്ത് നമ്മൾ നടത്തേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് പ്രാധാന്യം നമ്മൾ സ്ത്രീകളാണ് ആ സ്ഥാനം കൊടുത്തത്. ആർക്കും പ്രാധാന്യം കൂടുതൽ, ആരും ആരെക്കാളും വലുതോ ആരും ആരെക്കാളും ചെറുതോ അല്ല. ഓരോ വ്യക്തികളും യുണീക്കുകളാണ്. ഓരോ വ്യക്തികൾക്കും എന്താ പറയുക, ഓരോ പ്രത്യേകതകളോടുകൂടിയാണ് പടച്ചമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ആ പ്രത്യേകതകൾ എന്താണെന്ന് കണ്ടെത്തി അതിൽ നമ്മൾ പരിപോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ സോഷ്യൽ വർക്കിൻ്റെ രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒഴിവ് പ്രധാനമല്ലേ? ഒഴിവ് പ്രധാനമല്ലുമ്മ. വീട്ടിലെ കാര്യം ചെയ്യേണ്ട നമുക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. ഒഴിവ്, കഴിവ്, അറിവ് ഇത് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ സോഷ്യൽ വർക്ക്. ഒരു ഭാഗവും വീഴ്ച വരുത്താണ്ട് നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ട പങ്ക് കുടുംബത്തിനും കൊടുത്തുകൊണ്ട്, സൊസൈറ്റിക്ക് കൊടുക്കേണ്ട പങ്ക് സൊസൈറ്റിക്കും കൊടുത്തുകൊണ്ട് നമുക്ക് ഇടപെടാനുള്ള കഴിവ് പടച്ചമ്പുരാൻ തന്നിട്ടുണ്ട്. പുരുഷന്മാരെക്കാൾ മൾട്ടി ടാസ്ക് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ സ്ത്രീകൾ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് ഇനി നമ്മുടെ കൂട്ടത്തിൽ ഉമ്മാനോട് ഞാൻ ചോദിക്കുകയാണ്, ഉമ്മാക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടാരിയ? ഉമ്മ പറ, ഏറ്റവും ഇഷ്ടാരിയ? പറ. മക്കളെയാ, മാപ്പിളനെയാ, അള്ളാനെയാ, മുത്തുനബിനെയാ? പല ഉത്തരങ്ങളുണ്ടാവും അല്ലേ? നമുക്ക് പല ഉത്തരങ്ങളുണ്ടാവും. ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെയാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാറുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിൻ്റെ പരിധിയിൽ പെടുന്ന സമയത്ത് നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ മക്കളെക്കുറിച്ച് പറയും, മാപ്പിളിനെ കുറിച്ച് പറയും, ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ച് പറയും, അള്ളാനെ പറ്റി പറയും, മുത്തുനബിനെ കുറിച്ച് പറയും. പക്ഷേ നമ്മളങ്ങ് മറന്നു പോകും. നമ്മളെ സ്നേഹിക്കാൻ പറ്റാണ്ട്, നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കാനാ? ആദ്യം നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക, ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക. അതുവഴി സ്നേഹം അങ്ങ് സ്പ്രെഡായിക്കോളും. നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു ശോച്യാവസ്ഥയെക്കുറിച്ച്. വില കയറി പോവുകയാണ്. എവിടത്തേക്കാ പോകുന്നതെന്ന്, പണ്ട് ചെലവിനെന്ന പൈസേനെ കൊണ്ടിന്ന് നടക്കുമോ വല്ലതും? ഇത് ഏടെ പോകുന്നതെന്ന് തിരിയില്ല. വന്നത് ഓർമ്മയുണ്ടാവും, 2 ദിവസം കൊണ്ട് വെള്ളത്ത് കായം കലക്കിയ പോലെ ആയിരിക്കും. ഇത് ഏടിയാ പോകുന്നതെന്ന് തിരിയുന്നില്ല. നമ്മുടെ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും വിഷമം അതും. ഇത് മാറ്റാൻ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക്, തീരുമാനം എടുക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ പറ്റിയാൽ, നമ്മൾ അത്രയും എംപവേർഡ് ആയാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെ സമ്മേളനത്തിന് വന്നിരുന്നാൽ മാത്രം മതിയോ? ഇവിടെയും ഇതിന് മുകളിലും കയറി നമ്മൾ ഇരിക്കണ്ടേ? തീരുമാനം എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വരണ്ടേ? സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, സ്ത്രീകൾക്കാണ് വീട്ടിനുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുക, സ്ത്രീകൾക്കാണ് സൊസൈറ്റിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവരെക്കാൾ നന്നായി അറിയുക. അപ്പോൾ തീരുമാനമെടുക്കേണ്ട സ്ഥലത്തേക്ക് വളരാനും മാത്രം നമ്മൾ പ്രാപ്തരാവേണ്ടതുണ്ട്. അവിടെ കോളേജ് യൂണിയൻ ചെയർമാനാണോ, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത ഒരു കുഞ്ഞ്, മറ്റേ കുട്ടിയുടെ ഏത് സ്ഥലത്താണെന്ന് അറിയില്ല, ഇവരൊക്കെ ഉണ്ട്. ഒരൊറ്റ ചോദ്യം. കോളേജിൽ, എല്ലാ കോളേജിലും, തലശ്ശേരിയും ഞാൻ വരുന്ന തളിപ്പറമ്പ് തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്.
അറിയോ എന്നാന്ന്? നിങ്ങൾ തലശ്ശേരിയിലെ സ്ത്രീകളുടെ കുറെ ഉമ്മമാരുടെയും സഹോദരിമാരുടെയും പൊന്നും കഴുത്തിലും കാതിലും കിടക്കുന്ന സാധനമാണ് ഞങ്ങളുടെ കോളേജായിട്ട് അവിടെ സർച്ച് ചെയ്ത് തല ഉയർത്തി നിൽക്കുന്നത്. പഠിക്കട്ടെ, നമ്മുടെ മക്കൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പല ഉമ്മമാരും സഹോദരിമാരും കഴുത്തുനിന്നും കാതൊന്നും ഊരിക്കൊടുത്ത മുതൽ കൊണ്ടുണ്ടാക്കിയ കോളേജാണ്. അതാണ് തലശ്ശേരിക്കാരും തളിപ്പറമ്പുകാരും തമ്മിലുള്ള ബന്ധം. അപ്പോൾ കോളേജുകളൊക്കെ ഒന്നെടുത്തു നോക്കും. എല്ലായിടത്തും പഠിക്കാൻ മുൻപന്തിയിലുള്ളത് പെൺകുട്ടികളാണ്. പക്ഷേ എന്നിട്ടും എന്താ ഫൈനൽ ഇയർ ആവുമ്പോൾ, ഡിഗ്രി ഫൈനൽ ഇയർ ആവുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് കോളേജിൽ പഠിച്ചവർക്കറിയാം, കോളേജിൽ പഠിക്കുന്ന മക്കളുള്ള ഉമ്മമാർക്കറിയാം. പഠിക്കാൻ ചേർക്കാൻ വലിയ മിടുക്കായിരിക്കും. ഏതോ ആൺകുട്ടി പഠിക്കേണ്ട സ്ഥലത്തായിരിക്കും വലിയ ആഗ്രഹത്തോടു കൂടി ഒരു പെൺകുട്ടി ചെന്ന് ചേരുന്നുണ്ടാവുക. ഫസ്റ്റ് ഇയർ പകുതിയാകുമ്പോൾ, സെക്കൻഡ് ഇയർ പകുതിയാകുമ്പോൾ കുഞ്ഞിൻ്റെ മംഗലവും കഴിഞ്ഞിട്ട് മൂലക്കായി പോയിട്ടുണ്ടാവും. അതുവഴി നഷ്ടമാവുന്നത് പഠിക്കാൻ കഴിവുള്ള എന്നാൽ അത്രയൊന്നും മാർക്ക് കിട്ടാത്ത ഏതോ ആൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ഏതോ പെൺകുട്ടിയുടെയോ അവസരമാണ് നമ്മൾ അതുവഴി നഷ്ടമാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മക്കളെ പഠിക്കാൻ ചേർത്താൽ മാത്രം പോരാ, പഠനം പൂർത്തിയാക്കാൻ കൂടി നമ്മൾ അനുവദിക്കേണ്ടതുണ്ട്. ഇനി പറയാനുള്ളത്, നാളേക്ക് നേരത്തെ പറഞ്ഞല്ലോ, എംപവേർഡായ ആൾക്കാരായി നമ്മൾ മാറേണ്ടതുണ്ട്. തലപ്പത്ത് ഭരണരംഗത്ത് നമ്മൾ ഇരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞില്ലേ? വൈബ്രൻ്റ് ആയ ആൾക്കാരായി നമ്മൾ മാറണം. എവിടെയാണ് വൈബ്രൻസി കളിക്കുന്നത്? വൈബ് എന്ന് പറയല്ലേ നമ്മളിപ്പോഴത്തെ മക്കള്, ഭയങ്കര വൈബല്ലേ മോനെ, ടൂറെല്ലാം. ഇതൊക്കെ വൈബ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള വൈബ്രൻസിയെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ചിന്തയുടെ വൈബ്രൻസി, നമ്മുടെ പ്രവർത്തനത്തിന്റെ വൈബ്രൻസി. ആ വൈബ്രൻസി കാണിക്കേണ്ട സമയമാണിത്. അപ്പോൾ നല്ലോണം പഠിക്കുക മാത്രം ചെയ്താൽ പോരാ. പെൺകുട്ടികള് പ്രത്യേകിച്ചും ആരും പഠിക്കുന്ന, പഠനം പൂർത്തിയാക്കുന്ന, ജോലി എടുക്കുന്ന, എന്നാൽ ജോലി തന്നെ ഏത് ജോലിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്? ടീച്ചർമാരെ കൊണ്ട് തടഞ്ഞിട്ട് ഇവിടെ തന്നെ നോക്കിയാൽ 4-5 ടീച്ചർമാരുണ്ട്. ടീച്ചർമാർ ഇഷ്ടംപോലെയായി. ടീച്ചർമാരല്ല വേണ്ടത്, അല്ലെങ്കിൽ LD ക്ലർക്കുമാരല്ല വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് യൂണിഫോം ഫോഴ്സിലേക്ക് നമുക്ക് ആളില്ല, ഭരണരംഗത്തേക്ക് തലപ്പത്തേക്ക് നമുക്ക് ആളില്ല. അങ്ങനെ തലപ്പത്തേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റേണ്ടതുണ്ട്. ഒരു കഥ പറയാം. കഥ കേൾക്കാൻ ഇഷ്ടമില്ല ഉമ്മ? കഥ ഒരു പെൻഗ്വിനുകൾ മാത്രം താമസിക്കുന്ന ഒരു പെൻഗ്വിൻ ലാൻഡ് ഉണ്ട്. പെൻഗ്വിനുകളുടെ പ്രത്യേകത അറിയാലോ? ബ്ലാക്ക് ഉടുപ്പായിരിക്കും, ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു വൈറ്റ് ഉണ്ടാവും, ഒരു പ്രത്യേക ശബ്ദത്തിൽ കരയുന്ന പെൻഗ്വിനുകൾ ഇങ്ങനെ ഉയർന്നു നടക്കുന്ന ഒരു പെൻഗ്വിൻ ലാൻഡ്. ഈ പെൻഗ്വിൻ ലാൻഡിൽ ഒരു ദിവസം മനോഹരനായ ഒരു മയില് വന്നിറങ്ങി. നല്ല വർണ്ണപ്പകിട്ടുള്ള ഡ്രസ്സ് ധരിച്ച തൂവലുകളുള്ള ഒരു മയില് വന്ന് പറന്നിറങ്ങി. അവൻ വലിയ ശബ്ദത്തിൽ, ഉയർന്ന ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ആൾക്കാരൊക്കെ നോക്കുമ്പോൾ, പെൻഗ്വിനുകളൊക്കെ നോക്കുമ്പോൾ, കൊള്ളാലടാ, ഒരു അടിപൊളി സാധനം വന്നിട്ടുണ്ടല്ലോ നമ്മളെ കൂട്ടത്തിലേക്ക്. അവര് പെട്ടെന്ന് തന്നെ പൊക്കി രാജാവായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ നേതാവായിട്ട് വാഴിച്ചു. ഇവൻ്റെ എടുപ്പും നടപ്പും അവൻ്റെ ഒരു ഒച്ചയും എല്ലാം കൂടി കൊള്ളാം, നമ്മളെ പോലെ ഒന്നല്ല, അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവർക്ക്, ഈ കൂട്ടത്തിലുള്ള പെൻഗ്വിനുകൾക്കൊരു മുറുമുറുപ്പ്. ഓനൊന്ന് അത്ര പടലൊച്ചയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാം കറുത്ത കോട്ടെല്ലാം ഇട്ട് കിടക്കുമ്പോൾ ഒരു വലിയ കളറ് കുപ്പായം, ഓനെ ഒരു നടത്തെല്ലാം കണ്ടില്ല, ഒരു ആട്ടിക്കൊണ്ടിലൊരു നടത്തം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവനോട് തന്നെ പറഞ്ഞു, അതിലെ കാര്യം കേട്ടിനാ, ഇത്ര പാടുമില്ല, ഒച്ചയൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചോട്ടാ, ഓവറാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മുറുമുറുപ്പ് കാണിക്കാൻ തുടങ്ങി. മയിലിന് വിഷമം വരൂലേ? ഇത്ര നാളും എടുത്ത് പൊക്കി വെച്ചതല്ലേ? മയിലിന് വിഷമം വന്നു. മാത്രമല്ല, മയിലിൻ്റെ ഡ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത്, മയിലിൻ്റെ ശബ്ദത്തെ കുറിച്ചാണ് പറയുന്നത്, മയിലിൻ്റെ ഒരു യുണീക്നെസ്സിനെ കുറിച്ചാണ് കുറ്റം പറയുന്നത്. മയിലിന് വിഷമായി. മയിലിന് വിഷമം പറഞ്ഞാൽ ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്കും വിഷമം വരൂലേ? കുറ്റപ്പെടുത്തിയ ആൾക്കാർ മനസ്സിനൊരു ഒരിടങ്ങറുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞു. നോക്ക്, നിങ്ങൾ ഇനി മയിലിനോടാതെ, നീ ഇനി നിന്റെ ഈ കളർ ഡ്രസ്സെല്ലാം മാറ്റണം, പകരം നമ്മളെപ്പോലത്തെ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇടണം.
ഈ കറുത്ത ഡ്രസ്സ് ഇടണം. കാരണം ഇത്ര വലിയ സ്റ്റൈലിൽ നീ ഇങ്ങനെ നടന്ന് ഞെളിഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാ പറഞ്ഞു തരും. അപ്പോൾ ഈ നമ്മുടെ ഈ ഡ്രസ്സാണ് നമ്മുടെ ഒരു യൂണിറ്റി. ഈ ഐക്യം നീ തകർക്കൊന്നും വേണ്ട. നോക്ക് സഹോദരിമാരെ, നമ്മുടെ സൊസൈറ്റിയിലും ഇങ്ങനെ ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിലേക്ക് മനോഹരനായൊരു മയില് വന്ന് ചിലപ്പോൾ പറന്നിറങ്ങിയേക്കാം. വ്യത്യസ്ത ശബ്ദമുള്ള, വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടക്ക് സമാധാനപ്രിയനായ പ്രാവുകളുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടക്ക് ഒരു കുഴപ്പത്തിലും ഒന്നും ശ്രദ്ധിക്കാണ്ട് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് തല പൂഴ്ത്തിയിരിക്കുന്ന ഒട്ടക പക്ഷി ഉണ്ടാവും. അവനവൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ഒട്ടക പക്ഷികളും ഉണ്ടാവും. എല്ലാ ചീത്തകളും കൊത്തി വൃത്തിയാക്കി സ്വന്തം നാട് വൃത്തിയാക്കുന്ന കാക്കകളും ഉണ്ടാവും. ഇങ്ങനെ പല പക്ഷികളും കൂടി ചേർന്നതാണ് പക്ഷി സമൂഹം. നമ്മൾ മനുഷ്യന്മാരും അതുപോലെ തന്നെയാണ്. പല തരത്തിൽ ചിന്തിക്കുന്ന, പല വൈബ്രൻസി ഉള്ള, പല യുണീക്നെസ്സുകളുള്ള പല മനുഷ്യന്മാരുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിനെ അവരായി ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഒറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ആ മക്കളവിടെ അനങ്ങാണ്ടിരിക്കുന്നുണ്ടല്ലേ? അനങ്ങാണ്ടിരിക്കുന്നില്ലേ? സാധാരണ സമയത്ത് ഇങ്ങനെയാണോ ഇരിക്കുക? കയ്യിൽ എന്താ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക എപ്പോഴും കയ്യിൽ? എപ്പോഴും നമ്മളെ മക്കളെ കയ്യിൽ എന്തുണ്ടാവും? മൊബൈൽ ഫോൺ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? മൊബൈൽ ഫോൺ ഉണ്ടാവും. അഡിക്ഷൻ ഉണ്ടാടി മൊബൈൽ ഫോണിന്? അഡിക്ഷൻ ഉണ്ടാ? ഞാനൊന്ന് ഫോൺ വാങ്ങി നോക്കട്ടെ? വേണ്ട, തൽക്കാലം നിന്റെ ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, നമുക്ക് ഭയങ്കര അഡിക്ഷനാ എൻ്റെ നമുക്കെന്നല്ല, മോൻ ഭയങ്കര ഫോൺ നോക്കല, മോള് ഭയങ്കര ഫോൺ നോക്കല, പക്ഷെ നമ്മൾ നോക്കുന്നുണ്ടാവും. നമ്മൾ പറയുമോ? നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും പറയും, നമ്മൾ ഫോൺ നോക്കിക്കൊണ്ട് റീൽസ് എല്ലാം കണ്ടോണ്ട് പറയും, എമ്മനെ പോയി പഠിക്കടാ, എത്ര സമയം നീ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നേന്ന് പറയും. എന്തിനാണ് നമ്മളെ മക്കൾ ഫോൺ നോക്കുന്നത്? എന്തിനാ നമ്മൾ ഫോൺ നോക്കുന്നത്? എന്തിനാ? അവര് വേണം ചോദിച്ചാൽ പറയും പഠിക്കാനാന്ന്, നോട്ട് എഴുതാനാന്നല്ല. എല്ലാം തട്ടിപ്പല്ലേ? റീൽസ് കാണാനല്ലേ ഫോൺ നോക്കുന്നത്? അല്ലേ? അല്ലേ? ആന്ന്. നമ്മളും എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ MDMA ഉപയോഗിക്കുന്നത്? എന്തിനാണ് മദ്യപിക്കുന്നവർ മദ്യം കഴിക്കുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു സന്തോഷം കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഇപ്പൊ ഇവിടുന്ന് കുറേ ആൾ പറയും, അന്നാടെ ഒരു സാബിർ ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നിട്ട് പറഞ്ഞ് മദ്യം കഴിച്ചാൽ സന്തോഷം കിട്ടും. എന്നിട്ട് ഞാൻ മദ്യം കഴിച്ചോന്നല്ലാട്ടാ പറഞ്ഞത്, MDMA ഉപയോഗിച്ചോന്നല്ല പറഞ്ഞത്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ, ഫോൺ ഉപയോഗിക്കുമ്പോൾ, മദ്യം കഴിക്കുന്ന സമയത്ത്, സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കുമ്പോൾ, നേരത്തെ അങ്ങാടെ വന്നിട്ട് ഒരാൾ സിഗരറ്റ് വലിക്കുന്നുണ്ടായി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സന്തോഷം ലഭിക്കും. അപ്പം ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഫോൺ നോക്കാൻ ഇഷ്ടമുള്ള നീ ചില സമയത്ത് നമ്മൾ ഫോൺ മാറ്റി വെക്കാറില്ലേ? അതെപ്പോഴാ? ഫോണിൽ കിട്ടുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ എവിടെ കിട്ടുമ്പോഴാ? മറ്റു സ്ഥലത്ത് കിട്ടുമ്പോഴാ. മനസ്സിലായോ? നമ്മുടെ ഒരു കൂട്ടായ്മ. ഇതിപ്പോ ഇവിടെ ആരും ഫോൺ നോക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? നമ്മളിപ്പോ ഒരു കൂട്ടായ്മയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് എവിടെ കിട്ടുന്നു? ഒരു കൂട്ടായ്മയിൽ കിട്ടുന്നു, ഒരു കല്യാണ വീട്ടിൽ കിട്ടുന്നു, നമ്മുടെ ബന്ധുക്കളെല്ലാവരും അല്ലെങ്കിൽ ഹസ്ബൻഡും മക്കളെല്ലാവരും കൂടിയിരിക്കുമ്പോൾ കിട്ടുന്നു. അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ നമ്മൾ എവിടെ സന്തോഷം കണ്ടെത്തേണ്ടതുണ്ട്? നമ്മുടെ നിത്യജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ സന്തോഷം കിട്ടേണ്ടതുണ്ട്. എന്നാൽ ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കട്ടെ, റംല ടീച്ചറെ, ടീച്ചർക്ക് ഏറ്റവും സന്തോഷം എപ്പോഴാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയുമോ? സന്തോഷം കിട്ടുന്ന ഒരു കാര്യം സമൂഹത്തിന്, എനിക്ക് ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ്, സമൂഹത്തിന് സേവനം ചെയ്യുമ്പോഴാണ് ടീച്ചർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. മോളെ, നീ ആ ഉത്തരം പറയരുത്. നിനക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞേ. കുറേ ഉണ്ടാവും, അതിലൊന്ന് പറഞ്ഞേ. ഫാമിലിന്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് അവൾക്ക് സന്തോഷം കിട്ടുന്നത്. താത്ത അനിയത്തി അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. എപ്പോഴാണ് ഇരിക്കി നിൽക്കൊന്നും ചെയ്യല്ലേ, എപ്പോഴാണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുക? സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവും. ഉമ്മ അന്ന നോക്ക്, ഉമ്മക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക?
സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉമ്മാക്ക് ഈ രണ്ട് ഉത്തരവ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഉത്തരവുള്ള ആള്, മോനെ നിനക്കെപ്പോഴാണ് സന്തോഷം കിട്ടുക? ബബിൾക്കം തിന്നുമ്പോഴാ അല്ലേ? എപ്പോഴാ മോളെ ഒന്ന് പറഞ്ഞിടാ? നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സന്തോഷം കിട്ടും എനിക്കും. പിന്നെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇക്കാക്കമാർക്കും ഉപ്പാക്കും കെട്ടിയന്മാർക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒരു നല്ല വാക്ക് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവാറില്ലേ? ഫാമിലി ആയിട്ട് ടൂറ് പോകുമ്പോൾ സന്തോഷം ഉണ്ടാവാറില്ലേ? നിങ്ങൾ സംഘടനാ പ്രവർത്തകർ ഒരുമിച്ചൊരു യാത്ര പോകുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവാറില്ലേ? എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവാറുണ്ടോ? എക്സസൈസ് ചെയ്യാറുണ്ടോ? എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കാറുണ്ട് അല്ലേ? ഭയങ്കര ഗംഭീരമായിട്ട് തീരുമാനം എടുക്കും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വയറ് കുറക്കുന്ന തടി കുറക്കുന്ന എക്സസൈസിന്റെ വീഡിയോ കണ്ടാൽ വയറ് കുറയുമെന്ന്. അല്ല, അത്രയും നമുക്ക് മടിയാ. ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സന്തോഷം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയും. അപ്പോൾ എന്താണ് നമ്മുടെ സന്തോഷം? എന്താണ് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ സന്തോഷം? നമ്മളെപ്പോഴും പറയും, നമ്മുടെ മക്കൾക്ക് നമ്മളെ ആവശ്യമുണ്ടോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉമ്മമാരായ സഹോദരിമാരായ നമ്മളെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തിനാ? അലക്കി കൊടുക്കാൻ, ഇസ്തിരിയിട്ട് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, അല്ലേ? വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നു, ഇതൊക്കെ പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനല്ലേ? അലക്കി കൊടുക്കാൻ പൈസ കൊടുത്താൽ ആളില്ലേ? ഉണ്ട്. ഒരു സെർവന്റിനെ വെച്ചാൽ തീരാവുന്ന പ്രശ്നം. ശരിക്കും നമ്മുടെ മക്കൾക്ക് നമ്മളെ ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നില്ല എന്ന്. എതിരഭിപ്രായം ഉണ്ട് ആർക്കെങ്കിലും? നമ്മളെ മക്കൾക്ക് നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന ആരും ഈ കൂട്ടത്തിലില്ല? ഉണ്ട്. എന്തിനാണ് ടീച്ചറെ നമ്മളെ മക്കൾക്ക് നമ്മൾ ആവശ്യം? അതായത് അലക്കി കൊടുക്കൽ മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്ക് സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം വേണമെന്നാണ് ഇവർ രണ്ടാളും പറഞ്ഞത് അല്ലേ? അതായത് ഫ്രണ്ട്ലി ആവുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ ഫ്രണ്ട് ആവുക. ഒരു ഫ്രണ്ടായ ഉമ്മാനെ മാത്രമേ നമ്മളെ മക്കൾക്ക് വേണ്ടൂ. മനസ്സിലാവുന്നുണ്ടോ? മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഫ്രണ്ട്ലി ആവുന്ന ഉമ്മമാരെ മാത്രമേ നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളൂ. ഫ്രണ്ട്ലി ആയ ഭാര്യ മാത്രമേ ഭർത്താക്കന്മാർക്ക് ആവശ്യമുള്ളൂ. ഫ്രണ്ട്ലി ആയ സഹോദരിമാരെ മാത്രമേ സഹോദരന്മാർക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതെല്ലാം പണം കൊടുത്താൽ നമുക്ക് കിട്ടും. പക്ഷേ ഇന്ന് തന്നെ പോയിട്ട് മക്കളോട് മോനെ ഇന്നുമ്മ നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹൈഫൈ എല്ലാം കൊടുത്താൽ നടക്കുമോ? ചെക്കൻ പറയും, ഏതോ ഒരു സാബര ടീച്ചർ വന്നിട്ട് എന്തോ ക്ലാസ് എടുത്തിട്ട് എത്ര ദിവസം ഉണ്ടാവും ഇത് എന്ന് വിചാരിക്കും. നോക്ക്, നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്താണ്? നമ്മുടെ മക്കൾ ഇപ്പോൾ എവിടെയാണ്? പണ്ട് നമ്മളെ സ്കൂളും വിട്ട് വരാൻ വൈകിയാൽ നമ്മുടെ ഉമ്മമാർക്ക് ഒറ്റ പേടിയേ ഉള്ളൂ. ഈ പെണ്ണ് എവിടെയെങ്കിലും പോയിട്ട് വല്ല സൈക്കിൾ മേലെ എങ്ങനെ കയറിയിട്ട് വീണാ, അല്ല പിള്ളമാരപ്പുറം പോയിട്ട് കുളത്ത് പോയിട്ട് നീന്താൻ പോയിട്ട് മുങ്ങിപ്പോയാ, അല്ല പറഞ്ഞ അതിൻ്റെ മേലെ എങ്ങാനും കയറിയിട്ട് വീണാ. ഇങ്ങനത്തെ 2-3 പേടികളാ പണ്ടത്തെ ഉമ്മമാർക്കുള്ളൂ അല്ലേ ഉമ്മ? ഇപ്പോഴത്തെ മക്കളോ? പറങ്കാമ കയറുന്ന മക്കളുണ്ടാ? അതിന് പറങ്കാവുണ്ടെങ്കിലല്ലേ. നീന്താൻ പോകുന്ന മക്കളുണ്ടാ? ഫുട്ബോൾ കളിക്കാൻ പോകുന്ന മക്കളുണ്ടാ? ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന മക്കളുണ്ടാ? ഇതൊക്കെ കളിക്കാൻ പോകുന്നിട്ട് ആടുന്നിട്ട് ഫോണിൽ ഗ്രൂപ്പ് ഗെയിം കളിക്കും അല്ലേ? 4 പ്ലെയർ എല്ലാം കളിക്കൂലേ? അങ്ങനെ കളിക്കും. അപ്പോൾ നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്താണ്? നമ്മുടെ മക്കളുടെ താല്പര്യം എന്താണ്? നമ്മുടെ മക്കൾ എവിടെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. ഇതിൽ പാർക്ക് ജിമ്മിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചേ. പാർക്ക് ജിമ്മിൻ നിനക്കും അറിയില്ല? അറിയില്ല? ഷുഗ അറിഞ്ഞൂടാ? ഷുഗനെ അറിയൂല? ഇങ്ങനെയുള്ള എംബ്ല അറിയോ? ഇങ്ങനെ പിടിച്ചിട്ടുള്ള എംബ്ല നമ്മളെ മക്കളിലും ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടാണെന്നുണ്ടാ? കണ്ടിനോ? ഉമ്മ കണ്ടിനാ? പിള്ളമാരല്ല അതും കണ്ടിട്ടില്ല. തലശ്ശേരിയിൽ ഇതൊന്നും ഇല്ലേ എല്ലാം കൂടാ? എന്നാൽ ശരി പോട്ടെ. പണ്ടല്ല നമ്മളെ മക്കള് ഗൾഫിൽ പോകാൻ ഇഷ്ടം, വേറെ എവിടെയല്ലോ പോകാൻ ഇഷ്ടം എന്നെല്ലാം പറയും വലുതായിട്ടാകുമ്പോൾ. ഇപ്പോഴത്തെ മക്കൾ എവിടെ പോകാൻ ഇഷ്ടം എന്നാ പറയുന്നത്? ഗൾഫിൽ പോകാനാ? എവിടെയാ? കൊറിയയിൽ പോവാൻ, ഇംഗ്ലണ്ടിൽ പോവാൻ, ലണ്ടനിൽ പോവാൻ. എന്തിനാ? പഠിക്കാൻ. പഠിക്കാൻ എന്നാ പറയുന്നത്. പഠിച്ചിട്ട് അവിടുന്ന് കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. നല്ല യൂണിവേഴ്സിറ്റിയാ? നല്ല യൂണിവേഴ്സിറ്റി. റംല ടീച്ചറോടൊക്കെ ചോദിച്ചു നോക്കിയേ, എത്ര ഫേക്ക് യൂണിവേഴ്സിറ്റികളിലാണ് നമ്മുടെ കുട്ടികൾ പോയിട്ട് അവിടെ പോയി കഷ്ടപ്പെടുന്നതെന്നറിയോ?
ലണ്ടനിൽ പോകുന്ന പേരല്ലേ കേൾക്കുന്നുള്ളൂ, UK പോകുന്ന പേരല്ലേ കേട്ടിട്ടുള്ളൂ. അവിടെ പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി ആ തണുപ്പത്ത് ഇങ്ങനെ നീണ്ട ക്യൂല് നിൽക്കുന്ന നമ്മളെ മക്കള്, ഇവിടുന്ന് കുടിച്ച പാത്രത്തിൽ വെള്ളം ഒഴിക്കാത്ത മക്കൾ ആടെ പോയിട്ട് അടുക്കളയിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്തിട്ട് പഠിക്കാനും ജീവിക്കാനുള്ള പണം കണ്ടെത്തുന്ന മക്കളാണ് ഇപ്പം നമ്മുടേത്. അപ്പോൾ എവിടെയാണ് നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്നും എവിടെയാണ് നമ്മുടെ മക്കൾക്ക് പിഴച്ചു പോയതെന്നും എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വന്ന് പറഞ്ഞ് കരയാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. മക്കളല്ലേ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിയേക്കും. ചാടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഉമ്മമാരെന്ന നിലയിൽ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പക്ഷേ കുട്ടികളാണ് ചിലപ്പോൾ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയേക്കും. അങ്ങനെ ചാടിയാൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒന്ന് ചെന്ന് ചാടിയാൽ എന്താ ചെയ്യേണ്ടത്? അപ്പാട് ചക്കനെ പിടിച്ചതല്ല, പിള്ളേർ പെണ്ണിനെ പിടിച്ചിട്ട് ഫോണെല്ലാം വാങ്ങി എറിഞ്ഞ് പൊട്ടിക്കലാ അല്ല. പ്രശ്നം കേൾക്കണം. നമ്മുടെ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. ഇനി അമ്മ കേൾക്കും, എങ്ങനാ കുഞ്ഞാടുന്നെന്തോ പറയുന്നുണ്ടാവും, നമ്മ ഇങ്ങനെ കേൾക്കുന്നതെന്ന് നടിക്കുന്നുണ്ടാവും. എങ്ങനെയാ കേൾക്കേണ്ടത് ഉമ്മ ഒരാൾ പറയുമ്പോൾ? ഇപ്പം എന്നെ കേൾക്കുന്നില്ലേ? എൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കിയിട്ട് എന്നെ കേൾക്കുന്നില്ലേ ഉമ്മ? എൻ്റെ കണ്ണിലേക്ക് എന്നെ നോക്കുന്നില്ലേ? അങ്ങനെ നോക്കി കേൾക്കണം. ഇനി ബാക്കി എന്താ ഇവൻ പറയാൻ പോകുന്ന ക്യൂരിയസ് ആയിട്ട് കേൾക്കണം. ആ മോനെ, എന്നിട്ട് അതെയാ, ഓൻ പറയുന്നത് വിഷമാണെങ്കിൽ ഓൻ്റെ മുഖത്ത് വിഷമുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വിഷമം വരണം. എന്നെ മോനെ, അതെയാ, ഭയങ്കര കഷ്ടമായി പോയല്ലേ, സാറില്ല മോനെ. എന്നിട്ടോ നമുക്കിപ്പോൾ എന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഈ രീതിയിൽ വേണം നമ്മൾ നമ്മളെ മക്കളെയും നമ്മുടെ ഭർത്താക്കന്മാരെയും നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ ഉപ്പമാരെയും കേൾക്കണം. ഉപ്പാനെയൊക്കെ പോയി തൊട്ടിട്ട് എത്ര നാളായി? ഉപ്പാക്ക് ഉമ്മം കൊടുത്തിട്ട് എത്ര നാളായി? ഉപ്പാക്ക് ഉമ്മം കൊടുത്തിനാ? എൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടാ. എൻ്റെ ഉപ്പ മരിക്കുന്നതിന് 4 ദിവസം മുമ്പിലാണ് ഞാൻ ഉപ്പാക്ക് ഏറ്റവും അവസാനം ഉമ്മം കൊടുത്തത്. എൻ്റെ ഉപ്പ മരിച്ചു പോകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, എത്ര പ്രായമായാലും നമ്മളതങ്ങനെ വിചാരിക്കൂല. എപ്പോഴും കൂടെ ഉണ്ടാവുന്നൊരു തോന്നലായിരിക്കും. ഭയങ്കര മിസ്സിങ് ആണേ. എവിടെയാന്ന് മിസ് ചെയ്യാന്നറിയോ? വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഇറയത്തിങ്ങനെ കാത്തിരിക്കും. ഇറയത്തിങ്ങനെ ഒരു ചാറ് കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. വരുമ്പോൾ ഡാഡി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാ വരുക. ആ പറച്ചിലാണ് തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ച് കയറി വരുമ്പോഴും ഉള്ള ഒരു സലാം ചൊല്ലില്ലേ, അതാണ് ഏറ്റവും വലിയ മിസ്സിങ്. ഇത് ഉപ്പ മരിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മളെ കൂടെ ഉള്ള സമയത്ത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൂടെ ഉള്ള സമയത്ത് അവരുടേതാവുക എന്നുള്ളതാണ്. നമുക്ക് ഒരൊറ്റ കഥ കൂടി പറഞ്ഞു നിർത്താം. 6-1 ഇക്കാക്ക കൊടുത്തു, ആരിസ്കാക്ക കൊടുത്തു. അതും കൂടെ പറഞ്ഞിട്ട് നിർത്താക്ക. ഒറ്റ കുഞ്ഞിക്കഥ. അതായത് പണ്ട് ഒരു ആപ്പിൾ മരവും ഒരു കുട്ടിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഈ ആപ്പിൾ മരത്തിന്റെ മേലെ നിറച്ച ആപ്പിളുകളാണ്. ഈ കുട്ടി എപ്പോഴും ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ വരും, അവിടുന്ന് കളിക്കും, ഊഞ്ഞാലാടി കളിക്കും, അതിൻ്റെ മേത്ത് കയറും, ആപ്പിൾ പറിച്ചു തിന്നും. അങ്ങനെ എല്ലാ ദിവസവും വരുന്ന കുട്ടി ഒരു ദിവസം നോക്കുമ്പോൾ ചെക്കനെ കാണുന്നില്ല. കുറേ നാളത്തേക്ക് ചെക്കൻ വരുന്നേ ഇല്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉണ്ട് ചെക്കൻ വന്നിട്ട് ആപ്പിൾ പെട്ടെന്ന് നിർത്താം. അപ്പോൾ ഈ കുട്ടി എപ്പോഴും മരച്ചോട്ടിൽ വരും, കളിക്കും. കുറേ നാളാകുമ്പോൾ കാണാണ്ടായി. കുറേ ദിവസത്തിന് ശേഷം ഈ കുഞ്ഞ് വന്നു. അല്ല മോനെ, നീ 3 നാൾ എവിടെയാ പോയി? നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞ്, എനിക്ക് എപ്പോഴും ഈ ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിൽ കളിക്കുന്നൊന്നല്ല ഇഷ്ടം. ഇപ്പം ഞാൻ വലുതായില്ലേ, എനിക്ക് സൈക്കിൾ ഓടിച്ച് കളിക്കാനാണ് ഇഷ്ടം. നീ സൈക്കിൾ ഓടിച്ച് കളിച്ചോ, അതിനെന്താ കുഴപ്പം? അതിനെനിക്ക് സൈക്കിൾ ഇല്ലല്ലോ, അതല്ലേ പ്രശ്നം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ സൈക്കിൾ വാങ്ങാൻ? ആപ്പിൾ മരത്തോടാ ചോദ്യം. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യും, നിറച്ച ആപ്പിളില്ലേ, നീ ഇത് പറിച്ചു വിറ്റിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചോ, കളിച്ചോ. ചെക്കൻ പറഞ്ഞ പോലെ കേട്ട് സൈക്കിളെല്ലാം വാങ്ങി കളിച്ച്. പിന്നെ ഇവിടത്തേക്കൊന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവ് വന്നു. അല്ലടാ, നീ 3 നാൾ ഏടിയായിരുന്നു? നമ്മളെ കുഞ്ഞി അത്. അപ്പോൾ പറഞ്ഞു, ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 മക്കളൊക്കെ ആയി. അല്ല, എന്നിട്ടെന്താ നിൻ്റെ മുഖത്തൊരു വിഷമം, എന്താ ഒരു സങ്കടം പോലെ? അത് പിന്നെ കുട്ടികളെല്ലാം ആയില്ലേ, ഒരു വീടെടുക്കണം. അതിന് വീടെടുത്തോ?
വീടെടുക്കാനും മാത്രം പൈസ എൻ്റെ കയ്യിലില്ലല്ലോ. നിൻ്റെ കയ്യിലുണ്ടോ പൈസ? ആപ്പിൾ പറിച്ച് വിറ്റാലൊന്നും വീടെടുക്കാൻ നടക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം ഞാൻ നല്ല കാതലുള്ള അടിപൊളി മരമായിട്ടുണ്ട്, എന്നെ മുറിച്ച് വിറ്റോ നീ, എന്നിട്ട് വീടെടുത്തു. ചെക്ക മരം പറഞ്ഞ പോലെ ഈ ഒരു കുറ്റി മാത്രം ബാക്കി വെച്ചിട്ട് മരം കൊണ്ടുപോയി മുറിച്ച് വിറ്റ് വീടെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞുപോയി, പതിറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം മരക്കുറ്റീൻ്റെ അടുത്ത് ഒരു വൃദ്ധനായ അവശനായ ഒരു വൃദ്ധം വന്നിരുന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ പഴയ കുട്ടിയായിരുന്നേ. ആപ്പിൾ മരത്തിൻ്റെ കുറ്റി ചോദിച്ചു, അല്ലടാ ഇതെന്തു പറ്റി, നീ എന്തൊരു ക്ഷീണിക്കല, എത്ര പെട്ടെന്നാ നീ ഇങ്ങനെ വൃദ്ധനായിപ്പോയത്, എന്താ എനിക്ക് പറ്റിയേ, ഇത്രയും നാളെ നീ ഏടിയായിരുന്നു, എനിക്കിത് എത്ര മിസ് ചെയ്തെന്നറിയോ? അപ്പോൾ വൃദ്ധനായ നമ്മുടെ പണ്ടത്തെ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വീടൊക്കെ വെച്ച് മക്കളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ വിദേശത്ത് അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒത്ത് അവിടെ സെറ്റിലായി. ഞാനും എൻ്റെ ഭാര്യ മാത്രമായിരുന്നു. ഇന്നലെ അവളും പോയി. അവള് പോയേ പിന്നെ ഞാൻ ഒറ്റക്കായപ്പോൾ എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ, നിന്നെ ഒന്ന് വീശി തണുപ്പിക്കാൻ എൻ്റെ കയ്യിൽ ചില്ലകളില്ല, നിന്റെ വിശപ്പ് മാറ്റാൻ എൻ്റെ കയ്യിൽ ആപ്പിളുകളില്ല, ഒന്ന് ചേർത്ത് പിടിച്ചിരുത്തണമെങ്കിൽ എൻ്റെ മരത്തടിയുമില്ല. വാ, നീ എൻ്റെ വേരോട് ചേർന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നിടത്ത് കഥ അവസാനിക്കും. നോക്ക്, നമ്മൾ വേരിലേക്ക് മടങ്ങേണ്ടതുണ്ട്. എന്നെയും പോലെയുള്ള പല പ്രമുഖരായ ആൾക്കാർ നേടിത്തന്ന ഒരു നാടാന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ ഇന്ന് ജീവിക്കുന്ന ജീവിതം നേടിത്തന്നെ ഒരുപാട് മഹാന്മാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇങ്ങനെ ആക്കി മാറ്റിയ നമ്മുടെ ഉപ്പ ഉമ്മമാരുണ്ട്. നമ്മൾ വേരിലേക്ക് മടങ്ങുകയും വേരിനെ കുറിച്ച് ഓർക്കുകയും വേരിനെ അനുസ്മരിക്കുകയും ചെയ്യണം. ഈ ഒരു പൊതുസമ്മേളനത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല അത്. നമ്മുടെ പ്രവർത്തനം വൈബ്രൻ്റായ ചിന്തകളിലും വൈബ്രൻ്റായ പ്രവർത്തനങ്ങളിലും നമ്മൾ തുടർ കഥകൾ രചിക്കേണ്ടതുണ്ട്. അതിന് ഈ സമ്മേളനം ഒരു ഒരു നാന്ദി കുറിക്കുകയോ അല്ലെങ്കിൽ ഇതിനൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.